സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 400 രൂപ കടന്നിരിക്കുകയാണ്. പാചകം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ വർദ്ധിക്കുന്നത് അടുക്കള ബഡ്ജറ്റ് താളം തെറ്റുകയാണ്. വെളിച്ചെണ്ണയുടെ വില പിടിവിട്ട് ഉയരുകയാണ്. ഒരു വർഷത്തിനിടെ ഉണ്ടായത് ഇരട്ടിയിലധികം വില വർധനവാണ്. 1 ലിറ്ററിന് മാർക്കറ്റ് വില 400 മുതൽ 450 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. കൊപ്രയുടെ ലഭ്യത കുറവാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത്. മൈസൂർ, തമിഴ്നാട്, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കൊപ്ര എത്തുന്നത്. എന്നാൽ മില്ലുകളിലേക്ക് എത്തുന്ന ലോഡുകൾ പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. വില വർധനവ് വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വെളിച്ചെണ്ണ കിലോയ്ക്ക് മൊത്തവില 378 രൂപയായിരുന്നു. ഒരാഴ്ച മുമ്പ് ഇത് 363 രൂപയായിരുന്നു. ഒരാഴ്ചക്കിടെ 15 രൂപയുടെ വർധനവാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. മില്ലുകളിൽ നിന്നും വാങ്ങുമ്പോൾ കിലോയ്ക്ക് 385 മുതൽ 390 രൂപ വരെയെങ്കിലും നൽകണം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടിയത് ഹോട്ടലുകാരെയും പ്രതികൂലമായി തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. വില കുതിച്ചതോടെ മായം കലർന്ന വെളിച്ചെണ്ണ വ്യാപിക്കുമോ എന്ന പ്രതിസന്ധിയിലാണ്. മോശം കൊപ്രയിൽ ആട്ടിയെടുക്കുന്ന ഗുണമില്ലാത്ത വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നവർ ഉണ്ടെന്നാണ് സംശയം. മാർച്ച് അവസാനത്തോടെയാണ് വെളിച്ചെണ്ണ വില 300 രൂപ കടന്നത്. കൊപ്ര കിട്ടാത്തത് കൊണ്ടാണ് വിലക്കയറ്റം ഇതുപോലെ രൂക്ഷമാകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള കൊപ്രയുടെ വരവ് കുറഞ്ഞതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. വെളിച്ചെണ്ണ വില ഇതുപോലെ കൂടുന്നത് പാചകം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗവും കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് 15 രൂപയാണ് വെളിച്ചെണ്ണയിൽ വർദ്ധിച്ചിട്ടുള്ളത്. ഇനിയും വെളിച്ചെണ്ണ വില വർദ്ധിക്കുകയാണെങ്കിൽ അടുക്കള ബജറ്റിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതുമായിരിക്കും.